നിങ്ങളെന്താ ഇവിടെ ടെൻഷൻ അടിച്ചിരിക്കുന്നേ? എന്തു പറ്റി? വീറിന് 3 സ്ഥലത്ത് ഒരേ സമയത്ത് പോണം. അതുകൊണ്ടാണ് അവൻ ടെൻഷൻ അടിച്ചിരിക്കുന്നത്. ഇംലി ഏതോ പുതിയ ഗെയിം വാങ്ങിക്കുവാനായി വീറിനെ വിളിച്ചിട്ടുണ്ട്. അവളുടെ ഫോൺ അങ്ങോട്ട് വെച്ചപ്പോഴേക്കും പ്രിൻസിപ്പൽ സാറിന്റെ ഫോൺ വന്നായിരുന്നു. സാറ് ലൈബ്രറിയിലോട്ട് ചെല്ലാൻ പറഞ്ഞു. അവിടെ എന്തോ പണിയുണ്ടത്രേ. മാത്രമല്ല വീർ അങ്ങോട്ടേക്ക് പോവാൻ തുടങ്ങിയപ്പോ നമ്മുടെ അപ്പൂപ്പന്റെ ഫോണും വന്നു. ഇവിടെ എന്തോ ഡൗൺലോഡിംഗ് നടക്കുകയാണ്. അത് കഴിയുന്നവരെ എങ്ങും പോവരുതെന്ന് പറഞ്ഞു. അതെന്താ? ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോ കമ്പ്യൂട്ടറിൽ റിമോട്ട് വെച്ച് ഓഫ് ചെയ്യണം. എന്താ ചെയ്യേണ്ടത് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. ഞാൻ നിന്റെ 2 ക്ലോണുകൾ ഉണ്ടാക്കാം. ഒന്നിനെ നമുക്ക് പ്രിൻസിപ്പലിന്റെ അടുത്തേക്ക് അയക്കാം. രണ്ടാമത്തേതിന് എംലിയുടെ കൂടെ ഗെയിം വാങ്ങിക്കാൻ അയക്കാം. എന്നിട്ട് നീ ഇവിടെ നിക്ക്. വേണ്ട വേണ്ട പ്ലീസ്, നീ എന്റെ ക്ലോണൊന്നും ഉണ്ടാക്കല്ലേ. ശരീരമൊക്കെ എന്റെ പോലെ ആയിരുന്നല്ലോ. ബുദ്ധി നിന്റേതുപോലെ ആയിപ്പോയാ മുഴുവൻ പ്രശ്നമാവും. എന്താ എന്റെ ബുദ്ധിക്ക് എന്താ കുഴപ്പം? ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞതല്ലേ. ശരി, നീ ഒരു കാര്യം ചെയ്, ഒരു ക്ലോൺ ഉണ്ടാക്ക്. ഞാനതിനെ ലൈബ്രറിയിലോട്ട് അയക്കാം. നിങ്ങൾ ഇവിടെ നിന്ന് ഈ ഡൗൺലോഡിങ് കഴിഞ്ഞ ഉടനെ ഈ റിമോട്ടിലെ സ്വിച്ച് വെച്ച് ഓഫ് ചെയ്യ്. എന്നിട്ട് ഞാൻ ഇംലിയുടെ കൂടെ ഗെയിം വാങ്ങാൻ പോവാം. ഓക്കേ ബോസ്. അതെ, നീ നേരെ സ്കൂളിൽ പ്രിൻസിപ്പലിന്റെ അടുത്തേക്ക് പോ. എന്നിട്ട് അദ്ദേഹം പറയുന്നതൊക്കെ ചെയ്യ്. ഓക്കേ, ഇപ്പൊ തന്നെ പോവാം. കണ്ടോ, ഓർഡർ കറക്റ്റ് ആയിട്ട് കൊടുത്താ പണികളെല്ലാം കറക്റ്റ് ആയിരിക്കും. ഓക്കേ ജിന്റു, സോറി. ഞാനെന്നാ ഇംലിയുടെ വീട്ടിലേക്ക് പോട്ടെ. ഓക്കേ, വരൂ വരൂ, നല്ല ചൂടുള്ള ബജ്ജികൾ കഴിക്കൂ. അയ്യോ, എനിക്കത് കഴിക്കാൻ വേണമല്ലോ. പക്ഷെ ഇവിടം വിട്ട് പോവാനും പറ്റില്ല. ഞാനിപ്പോ എന്താ ചെയ്യാ? അതെ, നീ ഈ ഡൗൺലോഡിംഗ് കഴിഞ്ഞാൽ ഉടനെ ഈ റിമോട്ട് കൊണ്ട് കമ്പ്യൂട്ടർ അങ്ങ് ഓഫ് ചെയ്തേക്ക്. ഓക്കേ? ഓക്കേ ജിന്റു. ഇത് കഴിഞ്ഞല്ലോ. ഇനി എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് ജിന്റുവിനോട് പോയി ചോദിച്ചിട്ട് വരാം. വീറിനെ പിടിക്കാൻ ഇതിലും നല്ലൊരു അവസരം ഇനി ഒരിക്കലും കിട്ടില്ല. ഇതാണ് മാൻ ഫ്രീസിംഗ് ഡിവൈസ്. ഇത് പൊട്ടിത്തെറിച്ചാൽ അടുത്തുള്ള എല്ലാവരും ഫ്രീസ് ആയി പോകും. ഇതിന്റെ ടൈമറിൽ ഓരോ 10 മിനിറ്റിലും പൊട്ടിത്തെറിക്കാനുള്ള സമയം സെറ്റ് ചെയ്യൂ. എടാ, മനസ്സിലായോടാ? മനസ്സിലായി ബോസ്, എല്ലാം മനസ്സിലായി. ബോസ് ഈ മിഷൻ ഉപയോഗിച്ച് ഞങ്ങളെ ഫ്രീസ് ആക്കാൻ വേണ്ടിയല്ലേ ഉദ്ദേശിക്കുന്നത്? പക്ഷെ ഒരു ഡിവൈസ് ഉപയോഗിക്കുമ്പോ തന്നെ ഞങ്ങൾ ഫ്രീസ് ആകുമല്ലോ. പിന്നെ എന്തിനാണ് ബോസ് ഇത്രയധികം മിഷനുകൾ കൊണ്ടുവന്നിരിക്കുന്നത്? എടാ ഒറ്റപ്പല്ല, എടാ ഞാൻ നിങ്ങളുടെ അല്ല, ഫുർസത് ഗഞ്ചിലെ ആളുകളുടെ കാര്യമാണ് പറഞ്ഞത്. ഒരു ഡിവൈസ് പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ വീറിനെ എന്റെ കസ്റ്റഡിയിലേക്ക് തരാൻ ഞാൻ ടിവിയിലൂടെ ആവശ്യപ്പെടും. അല്ലെങ്കിൽ ഞാൻ എല്ലാവരെയും ഫ്രീസ് ആക്കുമെന്ന് ഭീഷണിപ്പെടുത്തും. അപ്പോൾ പിന്നെ ആ പ്രേം സഹായിക്ക് ആ വീറിനെ എന്റെ ഈ കൈകളിലേക്ക് തന്നെ പറ്റൂ. അവള് പറഞ്ഞത് ശരിയാണ് ബോസ്, വളരെ വളരെ ശരിയാണ്. എടാ, ഇത്രയധികം ടിക് ടിക് ശബ്ദം എവിടുന്നാണ് വരുന്നത്? കുറെ ക്ലോക്കുകൾ ഒരുമിച്ച് ഓടുന്നത് പോലെ ഇല്ലേ? ബോസേ ബോസേ, ഇതാ മാൻ ഫ്രീസിംഗ് ഡിവൈസിൽ നിന്നാണ് വരുന്നത്. അത് ഓണായെന്നാ തോന്നുന്നത്. ആ റിമോട്ടിന്റെ ബട്ടൺ വേഗം ഓഫ് ചെയ്യടാ. ഉപകാരമൊന്നും ചെയ്തില്ലെങ്കിലും വെറുതെ ഉപദ്രവിക്കല്ലേടാ. അയ്യോ, പണി പാളിയെന്നാ തോന്നുന്നത് ബോസ്. റിമോട്ടിന്റെ ബട്ടൺ പൊട്ടിപ്പോയി ബോസ്. നീ പോയി ഫുർസത് ഗഞ്ചിൽ ഈ ഡിവൈസ് എല്ലാം വെച്ചിട്ട് വാടാ. ഇറങ്ങി പോടാ. ഫുർസത് ഗഞ്ചിൽ വിചിത്രമായ ഒരു ഡിവൈസ് പൊട്ടിത്തെറിച്ചു. അത് കാരണം അടുത്തുണ്ടായിരുന്ന മൃഗങ്ങൾ ഫ്രീസായി. ഭാഗ്യവശാൽ അവിടെ മനുഷ്യന്മാരൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് ചെയ്തയാൾ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഡോക്ടർ പ്രേം സഹായ്, എന്റെ ആവശ്യം എന്താണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതിനെ മര്യാദയ്ക്ക് എനിക്ക് തന്നില്ലെങ്കിൽ ഓരോ 10 മിനിറ്റിലും ഓരോ ഡിവൈസ് ആക്ടിവേറ്റ് ചെയ്യും. അതിൽ നിങ്ങളുടെ നാട് വിറങ്ങലിച്ചു പോകും. തനിക്കെന്റെ ആളിനെ അറിയാമല്ലോ. അവൻ മാർക്കറ്റിൽ കറങ്ങി നടക്കുന്നുണ്ട്.
എനിക്ക് വേണ്ടത് അയാൾക്ക് കൊടുത്തേക്കൂ പ്രേം സഹായ്. ബൈ ബൈ. ഇതാ മാഡ് മാക്സ് ആണല്ലോ. വീർ, ആ മാൻ ഫ്രീസിംഗ് ഡിവൈസ് പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് നമുക്ക് അവനെ കണ്ടുപിടിക്കണം. ഇത്രയും പെട്ടെന്ന് എല്ലാ ഡിവൈസും എങ്ങനെ കണ്ടുപിടിക്കും? എന്റെ ഒപ്പം വരൂ. നിനക്ക് ഞാനത് ഡിറ്റക്ട് ചെയ്യാനുള്ള ഒരു ഡിവൈസ് തരാം. അത് കഴിഞ്ഞ് എന്താ ചെയ്യേണ്ടതെന്ന് നിനക്കറിയാവല്ലോ. ഞാൻ ജാക്സൺ അല്ലടാ, ന്യൂട്ടൺ അല്ലടാ, ജോക്കർ അല്ലടാ. ഞാൻ ജാക്സൺ അല്ലടാ, ന്യൂട്ടൺ അല്ലടാ, ജോക്കർ അല്ലടാ. നൈസായിട്ട് പുറകിന്ന് ഒരു തൊഴി കൊടുത്താലോ അപ്പൊ അറിയാം ജോക്കർ ആണോ ന്യൂട്ടൺ ആണോ ജാക്സൺ ആണോ എന്നൊക്കെ. ലാ 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 ലാ. അല്ല, എന്താ ഇവിടെ ഇറങ്ങിയത്? വല്ല പ്രശ്നമുണ്ടോ? മുൻകൂട്ടി അറിയിച്ചില്ലല്ലോ. ഇനി ചന്ദ്രനാണെന്നും കരുതി തെറ്റുപറ്റി ഇങ്ങോട്ടെങ്ങാനും ഇറങ്ങിയതാണോ? എന്റെ ഡോങ്കി സെൻസ് പറയുന്നത് എന്തോ വലിയ പ്രശ്നമുണ്ടെന്നാണ്. ഹലോ സാറന്മാരെ, അലോ മീ ടു ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. ഐ ആം മിസ്റ്റർ ചഡ്ഡ. ഞാൻ ഈ ഫുർസത് ഗഞ്ചിലെ. എന്റെ അമ്മേ, ഇത് ഏലിയൻസ് ആണല്ലോ. ജീവൻ വേണേൽ ഓടിക്കോ. രക്ഷിക്കണേ, രക്ഷിക്കണേ, പോലീസ്, പോലീസ്, രക്ഷിക്കണേ. രക്ഷിക്കണേ, രക്ഷിക്കണേ, പോലീസ്, പോലീസ്, രക്ഷിക്കണേ. താനെന്തിനാ എന്നെ പിടിച്ചത്? എന്നെ വിട്. ആ ഏലിയൻസിന് മനുഷ്യന്മാരെ വേണ്ടത്, അല്ലാതെ കഴുതിയല്ല. എന്നെ വിടാൻ. വീർ, എന്നെ രക്ഷിക്കേ. രക്ഷിക്കണേ. അയ്യോ, ആരെങ്കിലും വായോ. പോലീസ്, രക്ഷിക്കണേ. പട്ടിയുടെ അമ്മേ. രക്ഷിക്കണേ. എന്നെ മരിച്ചോണ്ട് പോകുന്നത്. ഓടിക്കോ ചുൾബുൾ, വേഗം ഇവിടുന്ന് ഓടിക്കോ. ചാന്ദ്രനാണോ എന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത്? ഇറങ്ങ്. താങ്ക് യു ചുൾബുൾ. ആദ്യമായിട്ടാ നീ തൊഴിച്ചിട്ട് എനിക്ക് ഗുണമുണ്ടാകുന്നത്. ആ മിസ്റ്റർ ചണ്ടയുടെ കാല് വലയിൽ നിന്ന് ഊരി വന്നില്ലായിരുന്നെങ്കിൽ ആ ഏലിയൻസ് എന്നെയും കൊണ്ടുപോയനെ. മുകളിലുള്ളവൻ കാത്തെന്ന് പറഞ്ഞാ മതിയല്ലോ. ഇന്നലെ രാത്രി ഒരു ഏലിയൻ ഷിപ്പ് വന്ന് ഫുർസത് ഗഞ്ചിലെ ചില ആൾക്കാരെ പിടിച്ചു കൊണ്ടുപോയി. നമ്മോടൊപ്പം ഇപ്പോൾ സ്റ്റുഡിയോയിലുള്ളത് മിസ്റ്റർ ഛഡ്ഡയാണ്. അദ്ദേഹം അദ്ദേഹത്തിന്റെ ധൈര്യം ഉപയോഗിച്ച് സ്വയം രക്ഷപ്പെടുകയും ഏലിയൻസിനെ ഇവിടെ നിന്നും ഓടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ അവർ ഫുർസത് ഗഞ്ചിനെ മുഴുവൻ പിടിച്ചു കൊണ്ടുപോയേനെ. മിസ്റ്റർ ചണ്ട ഇവിടുന്ന് ഏലിയൻസിനെ ഓടിച്ചെന്നോ? നിങ്ങൾ ആരാണ്? നിങ്ങൾ ഏലിയൻ ഒന്നും അല്ലല്ലോ. നീ എന്നെ സ്വയം മനസ്സിലാക്കൂ വേർ. അതാണ് നല്ലത്. എത്ര നാളായി ഞാൻ നിന്നെ അന്വേഷിക്കുന്നതെന്ന് അറിയാമോ? ഒടുവിൽ നിന്നെ എന്റെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. Boss, you're genius. Super duper genius. അവള് പറഞ്ഞത് ശരിയാണ് ബോസ്, വളരെ വളരെ ശരിയാണ്. ഓ, അപ്പൊ നിങ്ങളായിരുന്നോ മാഡ് മാക്സ്? യെസ്, നീ പറഞ്ഞത് ശരിയാണടാ. വീറിനെ ഞാൻ ഒരുപാട് കാലമായി കാത്തിരിക്കുകയാണ്. ഇനി ഞാൻ നിന്റെ എല്ലാ സിസ്റ്റവും സ്റ്റഡി ചെയ്ത് ഇതുപോലെ ഒരുപാട് റോബോട്ടുകളെ ഉണ്ടാക്കും. പിന്നെ ഡോക്ടർ പ്രേം സഹായിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. മനസ്സിലായോടാ വീർ? ഡോക്ടർ പ്രേം സഹായ്, ഞാൻ ഒടുവിൽ ജയിച്ചിരിക്കുകയാണ്. ജയിച്ചിരിക്കുകയാണ് പ്രേം സഹായ്. അപ്പൊ എന്നെ തന്റെ വലയിൽ കൊടുക്കാൻ വേണ്ടിയാണോ ഈ ഏലിയൻസിന്റെ നാടകം നടത്തിയത്? ഞാൻ പറയാതെ തന്നെ നീ മനസ്സിലാക്കി കളഞ്ഞല്ലോ. വളരെ ശരിയാണ്. നിന്റെ ഉള്ളിൽ വലിയൊരു ബലഹീനതയുണ്ട്. നീ എപ്പോഴും നല്ലതു മാത്രമാണ് ചിന്തിക്കാറ്. മറ്റുള്ളവരെ ഒരുപാട് സഹായിക്കും. നിന്റെ ഈ ബലഹീനത മുതലെടുത്താണ് നിന്നെ കുടുക്കി ഞാൻ നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്. മറ്റുള്ളവരെ സഹായിക്കുന്നത് ഒരിക്കലും ഒരു ബലഹീനത അല്ല, അതൊരു ശക്തിയാണ്.
ഇവനെ രാവിലെ വരെ ഇവിടെ തന്നെ നിർത്തിയേക്കാം. ഇവന്റെ ബാറ്ററി ഡൗൺ ആയതിനു ശേഷം ഇവനെ പുറത്തേക്ക് എടുത്താൽ മതി. എനിക്ക് സന്തോഷമായി, വളരെ വളരെയധികം സന്തോഷമായി. അപ്പൂപ്പ വീരെവിടെ പോയി? അവൻ ആ ഏലിയൻസിന്റെ പിന്നാലെ പോയതായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു വിവരവും ഇല്ല. അവന്റെ സ്പേസ് ഷിപ്പിനെ ട്രാക്ക് ചെയ്ത് എങ്ങനെയെങ്കിലും അവനെ കണ്ടുപിടിക്കണം. വീരന്റെ സ്പേസ് ഷിപ്പ് ആ ഡയറക്ഷനിലാണുള്ളത്. ഉടനെ കണ്ടുപിടിക്കാം. എന്നാ പിടിച്ചോ നിങ്ങൾക്കുള്ള ചായയും കടിയും.